സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. അമ്മ സംഘടനയിൽ കൂട്ടരാജി. മോഹൻലാൽ ഉൾപ്പെടെ 17 അംഗങ്ങളും രാജിവെച്ചു. ചുമതല അഡ്ഹോക് കമ്മിറ്റിക്കായിരിക്കും. ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിന് പിന്നാലെയാണ് രാജി. ഇനി അഡ്ഹോക് കമ്മിറ്റി 2 മാസത്തിനു ശേഷം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് വിവരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് രാജിയെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. തിരുത്തിയതിനും വിമർശിച്ചതിനും നന്ദിയെന്ന് പുതിയ സംഘടനയിൽ പ്രതീക്ഷയുണ്ടെന്നും മോഹൻലാൽ പ്രതികരിച്ചു. വാർത്താക്കുറിപ്പിന്റെ പൂർണ്ണരൂപം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാധാരണീയരായ അംഗങ്ങൾക്കും തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി, വിമർശിച്ചതിനും തിരുത്തിയതിനും. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.